കണ്ണൂർ ഉളിയിൽ ഖദീജാവധത്തിൽ പ്രതികളായ സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ. KN ഇസ്മായിൽ, KN ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇപ്പോൾ അഭിഭാഷകന്റെ പ്രതികരണം പുറത്തുവരുന്നത്. ആർക്കും വേണ്ടി വരില്ല. ഇതിനകത്ത് ബന്ധുക്കളായി വരുന്നത് അധികവും പ്രതികളായിരിക്കും. അപ്പം ജീവിച്ചിരിക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് സാധാരണഗതിയിൽ നമ്മുടെ സമൂഹം എടുക്കുക. മരിച്ചവരെ ആൾക്കാർ 4 ദിവസം കൊണ്ട് വിസ്മരിക്കും. ഇതിൻ്റെ അകത്ത് ഈ പ്രതികർക്കപ്പെട്ട ഒരു സഹോദരന്മാരായതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലോസ് റിലേറ്റീവ്സിന് ആർക്കും ഈ മരിച്ചവരുടെ കാര്യത്തിൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. എല്ലാ കേസുകളിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ക്ലോസ് റിലേറ്റീവ്സ്, നാട്ടുകാർ, അയൽവാസികൾ ഇവരാരും മരിച്ച കാര്യം 4-5 ദിവസം കൊണ്ട് മറക്കും. എപ്പോഴും എല്ലാവരും കൺസിഡർ ചെയ്യുക ജീവിച്ചിരിക്കുന്ന പ്രതികളെ കാര്യമായിരിക്കും. അപ്പോൾ അവരെ സംരക്ഷിക്കുക, അവരെ രക്ഷിക്കുക എന്നുള്ളതായിരിക്കും എല്ലാവരും എടുക്കുന്ന തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലും എല്ലാ സാക്ഷികളും കൂറുമാറുകയാണ് ഉണ്ടായത്. ഒരാൾ മാത്രമാണ് അനുകൂലമായി സാക്ഷി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും കേരളത്തെ പോലെ ഇത്രയും സാക്ഷരമായ കേരളത്തിൽ ഇതുപോലെ കൊലപാതകം നടക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ ലജ്ജിക്കേണ്ട അവസ്ഥയാണ്. ആ കാര്യത്തിൽ കോടതിയെടുത്ത തീരുമാനം ഇനി ഇതുപോലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അവർക്കും ഒരു പാഠമാകും എന്നുള്ളതിൽ തന്നെയാണ് ഈ ശിക്ഷയെ കാണാനുള്ളത്. 2012 ഡിസംബർ 12-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം ഉണ്ടായത്. വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസാണ്. ആദ്യ വിവാഹം ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു അറിഞ്ഞപ്പോൾ നടത്തിയ ക്രൂരത, അതിൽ സഹോദരങ്ങളാണ് പ്രതികളായിട്ടുള്ളത്. ഈ യുവതിയെ കൊലപ്പെടുത്തുകയും അതുപോലെ രണ്ടാം ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് കേസ്. അതിൻ്റെ വിചാരണാഘട്ടത്തിൽ സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറുന്നതുമൊക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ അതിൽ വിധി വരുമ്പോൾ പ്രതികളായ സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ. റീജിത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 2012 ഡിസംബർ 12-ന് സംഭവിച്ച ഒരു കുറ്റകൃത്യം, രണ്ടാം വിവാഹത്തിന് ഒരുങ്ങിയ സഹോദരിയെ 2 സഹോദരങ്ങൾ ചേർന്ന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് ആ സഹോദരിയുടെ ഖദീജയുടെ ആൺസുഹൃത്തായിട്ടുള്ള യുവാവിനെയും കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ആ കേസിലാണിപ്പോൾ 13 വർഷത്തിന് ശേഷം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയും 60,000 രൂപ വീതം പിഴയുമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കേസിലെ ഈ ഖദീജയുടെ ആൺസുഹൃത്തായ അന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ ഷാഹുൽ ഹമീദ് എന്ന യുവാവ് ഉൾപ്പെടെ മറ്റ് സാക്ഷികളെല്ലാം കൂറുമാറിയ ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ നിർണായകമായത് ഒരു സാക്ഷിമൊഴി മാത്രമാണ്. ഈ പ്രതികൾക്കെതിരായി ഈ പ്രതികളെ ഈ ആക്രമണം നടന്ന് പിന്നീട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോം ഗാർഡിൻ്റെ സാക്ഷിമൊഴിയാണ് വളരെ നിർണായകമായത്. അതുകൊണ്ടാണ് ഈ വിധിയിലേക്ക് ഉൾപ്പെടെ എത്തിയിട്ടുള്ളത്. സാമൂഹികമായി കൂടി ഒരു സന്ദേശം നൽകുന്ന, അതായത് രണ്ടാം വിവാഹത്തിന് ഒരുങ്ങിയത് എന്നതിൻ്റെ പേരിൽ ഒരു കൊലപാതകം നടത്തുന്നു എന്നതാണ് ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം സഹോദരിയെ സഹോദരങ്ങൾ ചേർന്ന് ഇസ്മയിൽ, അതോടൊപ്പം തന്നെ ഫിറോസ് ഉൾപ്പെടെയുള്ള 2 പ്രതികളാണ് അവർ ചേർന്ന് കൊലപ്പെടുത്തുന്നു. മറ്റ് ഈ കേസിൽ ആകെ 6 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. സഹോദരി രണ്ടാം വിവാഹം കഴിക്കാൻ പോകുന്നു എന്നതാണ് ഇവിടെ പ്രകോപനമായി മാറിയത്. അതിന് ശേഷം ഈ സഹോദരിയെ 2 സഹോദരങ്ങൾ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ഒപ്പം തന്നെ ആൺസുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ.